കൊല്ലം ചിതറയിൽ വീടിനുള്ളിൽ യുവാവ് രക്തം വാർന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവമാണ് രാജേഷിന്റെ മരണകാരണമെന്നാണ് റിപ്പോർട്ട്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റതായ പാടുകളുണ്ടായിരുന്നു. ചിതറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി. ഒരു മാസം മുൻപ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സുഹൃത്ത് ഷെജിലാലിനോടൊപ്പം ആശുപത്രിയിൽ സഹായത്തിനായി നിന്നത് രാജേഷായിരുന്നു. ഇവരോടൊപ്പം അടുത്ത കട്ടിലുണ്ടായിരുന്ന രോഗിയും ഇയാളുടെ ഭാര്യയുമായി രാജേഷ് പരിചയത്തിലായി. ഇരു രോഗികളെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അവിടെ വെച്ച് യുവതിയുടെ ഭർത്താവ് മരിച്ചതോടെ സഹായത്തിനായി രാജേഷും ഒപ്പം കൂടി. മൃതദേഹം യുവതിയുടെ വീട്ടിലെത്തിക്കുന്നതിനും മരണാനന്തര ചടങ്ങുകൾക്കുമെല്ലാം രാജേഷ് പങ്കെടുത്തിരുന്നു. യുവതിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി മാറിയ രാജേഷ് പിന്നീട് താൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലേക്ക് കൂടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 11:30 പാരിപ്പള്ളിയിലെ യുവതിയുടെ വീട്ടിലേക്ക് ബന്ധുക്കൾ വിളിച്ചതോടെ ഇരുവരും പോയി. 2 ദിവസം കഴിഞ്ഞ് വൈകിട്ട് 4 മണിയോടെ രാജേഷ് വീട്ടിൽ മരിച്ചു കിടക്കുന്നതാണ് പിന്നീട് ബന്ധുക്കൾ കാണുന്നത്. സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തു. അവന്റെ റൂമിന്റെ അവിടെ ചെന്നപ്പോൾ ജനൽ തുറന്നു കിടക്കുന്നുണ്ട്. ജനലിനകത്തൊരു കൈലിയും കെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആ കൈലി മാറ്റി നോക്കിയപ്പോഴാണ് ഇവൻ കാല് രണ്ടും പൊക്കി കൈയും ബേക്കിലോട്ട് കെട്ടി കിടക്കുന്നതാണ്. ഞാൻ അവിടെ കിടന്ന് എല്ലാവരെയും വിളിച്ച്, അപ്പോൾ ജ്യേഷ്ഠച്ചാരൊക്കെ ഇപ്പുറത്താണ് താമസം. അങ്ങനെ അവരെ എല്ലാവരെയും വിളിച്ച് അവരെല്ലാവരും ഓടി വന്നു. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. അവരും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് SIയും CAയും എല്ലാവരും എത്തി. അങ്ങനെയാണ് ഇത് നടന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് വിവരം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ചിതറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര.